شيخنا ومربينا وقدوتنا الشيخ محمد القادري الجشتي رضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ഇന്ന് നമ്മൾ മഹാനരായ ഗൗസുൽ ആദം തങ്ങൾ ഉപ്പാപ്പാന്റെ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അൽ ഫത്ഹുർ റബ്ബാനി വൽ ഫൈലുർ റഹ്മാനി എന്ന ഗ്രന്ഥത്തിലെ മഹാനവറുകളുടെ ഉപദേശ നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച ഈ ഗ്രന്ഥത്തിലെ 159 പേജ് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് നമ്മൾ ആലോചിക്കുന്നത്. മഹാന്മാരുടെ ഇനായത്തും തിരുനോട്ടവുമുള്ള മഖബൂലായ മുരീദന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുമായി ബന്ധപ്പെട്ടവരെ കലിമത്ത് തൗഹീദിന്റെ വഴിയിൽ ചേർക്കുകയും നമ്മൾക്കും അവർക്കും അതിൽ ഉറച്ചു നിൽക്കാൻ, അവസാന നിമിഷം വരെ ഉറച്ചു നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽ മജ്ലിസു സാമിൻ വസലാസൂൻ. ഓരോ മജ്ലിസുകളായിട്ടാണ് ഇതിൽ വിശദീകരിക്കുന്നത്. 38ാമത്തെ മജ്ലിസ് പാപ്പ പറഞ്ഞു, ബുക്രത്തൽ അഹദി, ഒരു ഞായറാഴ്ച ദിവസം മഹാനവറുകളുടെ സത്രത്തിൽ വെച്ച് പ്രസംഗിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന മജ്ലിസ് ഉണ്ടായിരുന്നു. അതിൽ ഒരു റജബ് മാസത്തില് ഹിജ്റ 545 വർഷത്തില് പറഞ്ഞ വരികളാണത്. നിത്യപ്രസക്തമായി എല്ലാവർക്കും ഹക്കിന്റെ വഴിയിലുള്ള ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കലിമത്ത് തൗഹീദിന്റെ വഴിയിലുള്ളവർക്കൊക്കെ പ്രയോജനപ്പെടുന്ന നിത്യപ്രസക്തമായ വരികളാണ് ഗൗസുൽ ആദം തങ്ങൾ ഉപ്പാപ്പാന്റെ. അവനും ശയാത്തീനക്കും, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞു, അവനും ശയാത്തീനക്കും, നിങ്ങളുടെ പിശാചുക്കളെ നിങ്ങൾ മെലിയിച്ച് കളയുക. തടിച്ച് കൊഴുത്തു വരുന്ന പിശാചുക്കളെ മെലിയിക്കാനുള്ള ഒരു ഉപാധി ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഖൗല് കൊണ്ടാണ് പിശാചിനെ തളർത്തേണ്ടതും പിശാചിനെ മെലിയിക്കേണ്ടതും.
فإن الشيطان يضنى بها كما يضنى أحدكم بعيره بكثرة ركوبه. ഏതൊരാളും അവൻ വാഹനമായി ഉപയോഗിക്കുന്ന അവന്റെ ഒട്ടകം അതിൽ കൂടുതലായിട്ട് ഭാരങ്ങള് ചുമപ്പിച്ചു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ കുറെ കാലങ്ങളോളം അതില് യാത്ര ചെയ്യുകയും ഭാരങ്ങൾ കൂട്ടിക്കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് ക്ഷീണിച്ചു പോകും, അത് മെലിഞ്ഞു പോകും. എന്നതുപോലെ നമ്മളെ വമൻ അഅറള, ആരെങ്കിലും ദിക്റിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അവന്റെ കൂടെ ഒരു പിശാചുണ്ടാകും. മനുഷ്യന്റെ പിശാചുക്കളുടെ കൂട്ടത്തിൽ അവന്റെ നഫ്സ് തന്നെയാണ് ഏറ്റവും വലിയ പിശാച്. അപ്പോ അതിനെ തളർത്തിക്കളയാനുള്ള ഏക മാർഗം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള അധികരിപ്പിക്കുക. ഒരു മൃഗത്തെ അതിനെ തളർത്താനുള്ള അതല്ലെങ്കിൽ അത് തളർന്നു പോകുന്നത് കൂടുതലായി അതിലെ ഭാരങ്ങള് ചുമപ്പിക്കുന്ന അവസരത്തിലാണ് എന്ന് വരുമ്പോ, അതേപോലെ നമ്മളുടെ ശരീരത്തെയും നമ്മളുടെ പൈശാചികതകളെയും തളർത്തണമെങ്കിൽ, അതിൽ ആത്മീയത ഊർജത്തോടെ നിലനിൽക്കണമെങ്കിൽ കൂടുതലായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന വചനം നമ്മളതില് അധികരിപ്പിച്ചു കളയണം. അങ്ങനെ അതിനെ തളർത്തിക്കളയെ പൈശാചികതകളെയും അതുപോലെ തന്നെ ദുർബോധങ്ങളെയും നമ്മൾ ഇല്ലാതാക്കി കളയണം എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വരികളാണ് ആദ്യമായിട്ട് പറഞ്ഞത്. പിന്നീട് മഹാനവറുകള് ലോകത്തോട് ഉപദേശിക്കുകയാണ്. അവിടെ കൂടിയ ആളുകളോടല്ല, ലോകത്തുള്ള എല്ലാ ആളുകളോടും ഖിയാമത്ത് നാൾ വരെയുള്ളവരോടാണ് ഈ ഉപദേശം. അവനു ശയാത്തീനക്കും ബിൽ ഇഖ്ലാസ് ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളതിൽ ആത്മാർത്ഥത കാണിച്ചുകൊണ്ട് നിങ്ങളുടെ പിശാചുക്കളെ നിങ്ങൾ തളർത്തണം. ലാ ബി മുജറദിൽ ലഫ്ളി, വെറും വാക്കുകൊണ്ട് മാത്രമല്ല തളർത്തേണ്ടത്. അത്തൗഹീദ് യുഹരിക്കു ശയാത്തീനൽ ഇൻസി വൽ ജിന്നി, കലിമത്ത് തൗഹീദാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ജിന്നിലെയും മനുഷ്യനിലെയും പിശാചുക്കളെ കരിച്ചു കളയുന്നതാണ്. ലിഅന്നഹു നാറുൽ ലിശയാത്തീൻ, പിശാചുക്കൾക്ക് അത് തീയാണ്. കലിമത്ത് തൗഹീദ് പിശാചുക്കൾക്ക് തീയാണെങ്കിൽ വനൂറുൽ ലിൽ മുവഹ്ഹിദീന, തൗഹീദിന്റെ ആളുകൾക്ക്, അതിന്റെ വാഹകർക്ക്, അത് കൊണ്ടു നടക്കുന്നവർക്ക്, അത് പുലർത്തുന്നവർക്ക് നൂറാണ്, പ്രകാശമാണ്. കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മൾ ഓരോരുത്തരും നമ്മളോട് 1000 തവണ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് മഹാനവറുകള് നമ്മളെ ഉണർത്തുന്നത്. കൈഫ തഖൂലു, നീ എങ്ങനെയാണ് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ ഹൃദയത്തിൽ ആയിരക്കണക്കിന് ഇലാഹുകളെ കുടിയിരുത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ എങ്ങനെ ധൈര്യത്തോടെ പറയുന്നു? കുല്ലു ഷൈഇൻ തഅതമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹ്, അല്ലാഹു അല്ലാതെ എന്തൊന്നിൽ നീ വിശ്വസിച്ചുവോ, എന്തൊന്നിനെ നീ അവലംബിച്ചുവോ, ഫഹുവ സനമുക, അത് നിന്റെ ഇലാഹാണ്, അത് നിന്റെ ബിംബമാണ്. ലാ യൻഫഉക തൗഹീദുൽ ലിസാനി മഅ ശിർക്കിൽ ഖൽബി, ഈ തരത്തിൽ മറ്റൊന്നിൽ വിശ്വസിക്കുകയും മറ്റൊന്നിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്ത നിന്റെ ഹൃദയം ശിർക്കിലായിരിക്കെ നിന്റെ നാവ് തൗഹീദിന്റെ വചനം പറഞ്ഞതുകൊണ്ട് നിനക്കത് ഉപകാരപ്പെടുകയില്ല.
ലാ യൻഫഉക തഹാറത്തുൽ ഖാലബി മഅ നജാസത്തിൽ ഖൽബി. ഹൃദയം നജസായിരിക്കെ ശരീരം ശുദ്ധിയായതുകൊണ്ട് ഒരിക്കലും ഉപകാരപ്പെടുകയില്ല. അൽ മുവഹിദു യുഗ്നി ശൈത്താനഹു. തൗഹീദിന്റെ വാഹകൻ അവന്റെ പിശാചിനെ മെലിയിച്ചു കളയുന്നതാണ്. വൽ മുശ്രിക്കു യുഗ്നി ശൈത്താനുഹു. മുശ്രിക്കിനെ തളർത്തുന്നത് അവന്റെ പിശാച് തന്നെയായിരിക്കും. ഏതൊരു മുശ്രിക്കിനെയും തളർത്തുന്നത് അവന്റെ പിശാചാണെങ്കിൽ പിശാചിനെ തളർത്താൻ കഴിവുള്ളവൻ തൗഹീദിന്റെ വാഹകനായിട്ടുള്ള ആൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അൽ-ഇഖ്ലാസു, ആത്മാർത്ഥത എന്നുള്ളത് ലുബ്ബുൽ അഖ്വാലി വൽ അഫ്ആലി, എല്ലാ പ്രവൃത്തികളുടെയും വാക്കുകളുടെയും അകക്കാമ്പ് ആത്മാർത്ഥതയാണ്. ലിഅന്നഹ, കാരണം ആത്മാർത്ഥത ഇദാ ഖലത് മിൻഹു, ഒഴിവായി കഴിഞ്ഞാൽ കാനത്ത് കിശ്റൻ, ഏതൊരു വസ്തുവിന്റെയും ഉള്ളിൽ നിന്ന് അതിന്റെ കാമ്പ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയാകുന്നത് അതിന്റെ തോട് മാത്രമായിരിക്കും. ബിലാ ലുബ്ബിൻ, കാമ്പില്ലാതെ തോട് മാത്രം അല്ലെങ്കിൽ തൊലി മാത്രം ബാക്കിയായാൽ എങ്ങനെയാണോ അതുപോലെയായിരിക്കും ആത്മാർത്ഥതയില്ലാത്ത വാക്കുകളും പ്രവൃത്തികളും. ലാ യസ്ലഹു ഇല്ലാ ലിന്നാരി, അത് ഉപകാരപ്പെടുന്നത് കത്തിക്കാൻ മാത്രമേ തോടുകൊണ്ടു തൊലി കൊണ്ടു സാധിക്കുകയുള്ളൂ. അത് അകത്തേക്ക് ഔഷധമായി കഴിക്കാൻ സാധിക്കുകയില്ല. ഇസ്മഅ കലാമി, എന്റെ വാക്കുകൾ നീ കേൾക്കുക. വഅമൽ ബിഹി, അതുകൊണ്ട് നീ പ്രവർത്തിക്കുക. ഫഇന്നഹു യുഹ്മിദു നാറ തമഇക വയുക്സിറു ശൗകത നഫ്സിക. നിന്റെ ശരീരത്തിന്റെ ധിക്കാരത്തെ ഉടച്ചു കളയാനും നിന്റെ ദുർമോഹങ്ങളാകുന്ന തീ അണച്ചു കളയാനും എന്റെ വാക്കുകൾ ശരിയായ രീതിയിൽ കേട്ടുകഴിഞ്ഞാൽ ഉപകാരപ്പെടുന്നതാണ്. മഹാനവറുകൾ തുടർന്ന് പറയുന്നു, ലാ തഹ്ദുർ മൗദിഅൻ തസൂറു ഫീഹി നാറു തബഇക. നിന്റെ പ്രകൃതിയുടെ തീ, ഓരോരുത്തരും തീയുണ്ട്. ആ പ്രകൃതിയാകുന്ന തീ അത് തിളക്കുന്ന ഇടം എവിടെയാണോ അവിടെ പോകാതിരിക്കുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഫയഹ്റുബു ബൈതു ദീനിക വ ഈമാനിക, നിന്റെ ദീനിന്റെയും ഈമാനിന്റെയും വീട് നശിച്ചു പോകുന്നതാണ്. യസൂറു തബഉ വൽ ഹവാ വശൈത്താൻ, പ്രകൃതിയും ഇച്ഛയും പിശാചും അത് ജ്വലിച്ചു നിൽക്കും, അത് ഇളകി മറിയും. അങ്ങനെ നിന്നിൽ ഇളകി മറിഞ്ഞു കഴിഞ്ഞാൽ ഫയദ്ഹബു ബിദീനിക വ ഈമാനിക വ ഈഖാനിക, നിന്റെ വിശ്വാസത്തെയും നിന്റെ ദീനിനെയും നിന്റെ ഉറപ്പിനെയും ഒക്കെ അത് കൊണ്ടുപോകും. ലാ തസ്മഅ കലാമ ഹൗലാഇൽ മുനാഫിഖീന, കപടവിശ്വാസികളായ ഇക്കൂട്ടരുടെ വാക്കുകൾ നീ കേൾക്കരുത്. അൽ മുതസന്നിഈന, വാക്കുകളെ കെട്ടിച്ചമച്ചുണ്ടാക്കുകയും അൽ മുസഖറഫീന, വാക്കുകളിൽ ഭംഗി വരുത്തി പറയുന്ന മുനാഫിക്കീങ്ങൾ. ഫഇന്ന തബഅ യസ്കുനു ഇലാ കലാമിൻ മുസഖറഫിൻ മുസന്നഇൻ, വാക്കുകള് നല്ല അലങ്കാരത്തോടുകൂടെ പറയുന്ന അത്തരത്തിലുള്ള വാക്കുകളിലേക്ക് പ്രകൃതിയ ഒരു മനുഷ്യൻ ആകർഷിക്കും എന്നുള്ളതാണ്. ഉപ്പില്ലാത്ത ഭക്ഷണം പോലെ മനുഷ്യന്റെ വയറ്റിന് കേടുവരുത്തുന്ന രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്നത് പോലെ ആയിരിക്കും അത്, വീടിനെ തന്നെ തകർത്ത് കളയും. അൽ ഇൽമു, അറിവ്, യുഖദു മിൻ അഫ്വാഹിർ റിജാലി, മഹാന്മാരായ മശായിഖന്മാരുടെ വായയിൽ നിന്നാണ്
അവരുടെ മൊഴിമുത്തുകളിൽ നിന്നാണ്, അവരുടെ അധരങ്ങളിൽ നിന്ന് അടർന്നു വീഴുന്ന വാക്കുകളാണ് ഇൽമായിട്ട് നീ സ്വീകരിക്കേണ്ടത്. ലാ മിനൽ മുസ്ഹഫി, ഏടുകളിൽ നിന്നും ഗ്രന്ഥങ്ങളിൽ നിന്നും അല്ല. മിൻ ഹൗലായി റിജാലി, മഹാന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിജാലുൽ ഹഖി, ഹക്കിന്റെ ആളുകൾ. അൽ മുത്തഖൂന, അവരാണ് മുത്തഖീങ്ങൾ. അത്താരിഖൂന, ദുനിയാവിനെ ഉപേക്ഷിച്ചവർ. അൽ വാരിസൂന, അനന്തരാവകാശികളായിട്ടുള്ള ആളുകൾ. അൽ ആരിഫൂന, ആരിഫീങ്ങളായിട്ടുള്ളവർ. അൽ ആമിലൂന, അമൽ ചെയ്യുന്നവർ. അൽ മുഖ്ലിസൂന, ആത്മാർത്ഥത കാണിക്കുന്നവർ. അങ്ങനെയുള്ള മഹാന്മാരുടെ മൊഴിമുത്തുകളും വാക്കുകളുമാണ് ഇൽമുകളായി സ്വീകരിക്കേണ്ടത്. മാഹുവ ഗൈറു തഖ്വ, തഖ്വയല്ലാത്ത എന്തെന്നൊക്കെയുണ്ടോ അതെല്ലാം വെറും മോഹവും വബാത്തിലുൻ, അതൊക്കെ ബാത്തിലായതാണ്. അൽ വിലായത്തു, വിലായത്ത് കിട്ടുന്നത് ലിൽ മുത്തഖീന, തഖ്വയോടുകൂടെ ജീവിച്ചവർക്കാണ്. ദുനിയൻ വ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും വിലായത്ത് മുത്തഖീങ്ങൾക്ക് മാത്രമാകുന്നു. അൽ അസാസു വൽ ബിനാഉ ലഹും ദുനിയൻ വ ആഖിറ, അടിത്തറയും എല്ലാ അടിസ്ഥാനവുമുള്ളത് ആഖിറത്തിലും ദുനിയാവിലും മുത്തഖീങ്ങൾക്ക് മാത്രമാകുന്നു. അല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നമാ യുഹിബ്ബു മിൻ ഇബാദിഹിൽ മുത്തഖീന, തന്റെ അടിമകളിൽ നിന്ന് മുത്തഖീങ്ങളെയാണ് ഇഷ്ടപ്പെടുന്നത്. അൽ മുഹ്സിനീന, മുഹ്സിനീങ്ങളായ ആളുകൾ, ഏത് സമയവും മുറാഖബയിൽ കഴിയുന്ന മുഹ്സിനീങ്ങളായ ആളുകൾ. അസ്സാബിരീന, ക്ഷമ കൈകൊള്ളുന്ന ആളുകളെയാണ് അല്ലാഹു സ്വീകരിക്കുന്നത്. ലൗ കാന ലക ഖാതിറുൻ സഹീഹുൻ അറഫ്തഹും വ അഹ്ബബ്തഹും വ സഹിബ്തഹും, നിനക്ക് ശരിയായ ബുദ്ധി, തെളിഞ്ഞ ഒരു ബുദ്ധി ഉണ്ടാകുന്നുണ്ട് എങ്കിൽ, അങ്ങനെയെങ്കിൽ അറഫ്തഹും, ആ മഹാന്മാരെ, ആ മുത്തഖീങ്ങളായി അള്ളാന്റെ അനന്തരാവകാശികളായിട്ടുള്ള ആരിഫീങ്ങളായ ആളുകളെ നിനക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരെ ഇഷ്ടപ്പെടാൻ നിനക്ക് സാധിക്കും. അവരോടുകൂടെയുള്ള സഹവാസം, നിനക്ക് സുഹബത്ത്, അതും നിനക്ക് സാധിക്കുന്നതാണ്. ലൗ കാന ലക ഖാതിറുൻ സഹീഹുൻ, ശരിയായ ഒരു ബോധം നിന്നിൽ ഉണർന്നിട്ടുണ്ട് എങ്കിൽ. ഇന്നമാ യസിഹുൽ ഖാതിറു, എന്നാൽ ഈ ബോധം എപ്പോഴാണ് ഉണരുന്നത്? ശരിയായ ഒരു ബോധം, സഹീഹായ, തെറ്റില്ലാത്ത, നേരെയായിട്ടുള്ള ഒരു ബോധം ഉണരണമെങ്കിൽ ഇദാ തനവ്വറൽ ഖൽബു ബിമഅരിഫത്തില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള അറിവ് നിന്റെ ഹൃദയത്തിൽ മഅരിഫത്ത് പ്രകാശമായി പ്രകാശിക്കുന്ന നേരത്ത് മാത്രമാണ് നിന്നിൽ ശരിയായ സഹീഹായ ബുദ്ധി തെളിയുന്നത്. ലാ തസ്കുൻ ഇലാ ഖാതിരിക, നിന്റെ ചിന്തയിലേക്ക് നീ അവലംബം കൊടുക്കരുത്. ഹത്താ തസിഹൽ മഅരിഫത്തു, മഅരിഫത്ത് തെളിഞ്ഞ് സഹീഹാകുന്ന നേരം വരെ നീ കാത്തു നിൽക്കണം. വയതബയ്യനു ലക മിൻഹു അൽ ഖൈറ വസ്സിഹ, ഖൈറും സിഹത്തും നിനക്ക് അങ്ങനെ ബോധ്യപ്പെടും, മഅരിഫത്ത് നിന്നിൽ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ. വല്ല ബസറക അനിൽ മഹാരിം, ഹറാമുകളെ തൊട്ട് നിന്റെ കണ്ണുകളെ നീ മൂടി വെക്കുക. വംസിക് നഫ്സക അനി ശഹവാത്, ഇച്ഛകളിൽ നിന്ന് നിന്റെ ശരീരത്തെ നീ പിടിച്ചു വെക്കുക. വഅവ്വിദ് നഫ്സക, വഅവ്വദ നഫ്സ് അക്ലൽ ഹലാലി വഹ്ഫൽ ബാത്തിനക മിനൽ മുറാഖബതി, ഹലാല് തിന്നുന്നതായി നീ എല്ലാ സമയത്തും പതിവാക്കുക, നിന്റെ ശരീരത്തെ പതിവാക്കുക. വഅവ്വിദ് നഫ്സക,
വഹ്ഫദ് ബാത്തിനക, നിന്റെ ഉള്ള് എപ്പോഴും ബിൽ മുറാഖബത്തി ലില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ നിരീക്ഷണത്തിലായി, അല്ലാഹു നിരീക്ഷിക്കുന്നു എന്ന ബോധത്തിലായി, മുറാഖബയിലായി, ദിക്റിലായി, കലിമത്ത് തൗഹീദിലായി, ആ ബോധത്തിൽ ഉണർന്ന് ആ ബോധത്തെ നീ സൂക്ഷിച്ച് മുറാഖബയെ കൊണ്ട് നടക്കുക. വലാഹിറത ബി ഇത്തിബാഇ സുന്നത്തി, നിന്റെ പുറം നീ സുന്നത്തുകളിലായി സൂക്ഷിക്കുക. വഖദ് സാറ ലക ഖാതിറുൻ സഹീഹുൻ മുസീബുൻ വതസഹ്ഹു ലകൽ മഅരിഫതു ബില്ലാഹ്, അങ്ങനെയാകുമ്പോൾ നിന്റെ ശരിയായ ബോധം ഉണർന്നു വരും. നിനക്ക് മഅരിഫത്തും അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള മഅരിഫത്തും നിന്നിൽ സഹീഹായി വരുന്നതാണ്. തഅല്ലം അൽ ഇൽമ, ഇൽമ നീ പഠിക്കുക. വഅഖ്ലിസ്, ആത്മാർത്ഥത കാണിക്കുക. അത്താ തഖ്ലുസ മിൻ ശബകത്തിൻ നിഫാഖി വഖൈദിഹി, കാപട്യത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന്, അതിന്റെ വലയിൽ നിന്ന്, അതിന്റെ ബന്ധനത്തിൽ നിന്ന് മോചിതനാകുന്നത് വരെ ആത്മാർത്ഥത കാണിക്കാൻ നീ പരിശ്രമിക്കുക. ഉത്ലുബുൽ ഇൽമ ലില്ലാഹി, ഇൽമ പഠിക്കേണ്ടത് അല്ലാഹുവിന് വേണ്ടിയിട്ടാണ്, അല്ലാഹുവിനെ അറിയാൻ, അല്ലാഹുവിനോടുള്ള മഹബ്ബത്തിന് വേണ്ടി ഇൽമ നീ പഠിക്കുക. അല്ലാഹുവിനെ കിട്ടാൻ, ലാ ലി ഖൽഖിഹി വലാ ലി ദുനിയ, സൃഷ്ടികൾക്ക് വേണ്ടി ആവരുത്, ദുനിയാവിന് വേണ്ടിയും ആകരുത് നിന്റെ ഇൽമ. അലാമത്തു തലബിക അൽ ഇൽമ ലില്ലാഹി, അല്ലാഹുവിന് വേണ്ടിയാണ് നീ ഇൽമ തേടുന്നത് എന്നതിന്റെ അടയാളം എന്താണ്? ഖൗഫുക വവജഅലുക മിൻഹു ഇൻദ മജീഇൽ അംരി വന്നഹി, ഇൽമിൽ നിന്ന് നീ കേൾക്കുമ്പോൾ അതിലുള്ള കൽപ്പനകളും അതിൽ വിരോധിച്ച കാര്യങ്ങളും ഓരോന്നോരോന്നായി വരുന്ന സമയത്ത് നിന്റെ ഹൃദയത്തിൽ ഭയവും ഭക്തിയും കൂടുന്നുണ്ട് എങ്കിൽ അത് നിന്റെ ഇൽമിൽ അല്ലാഹുവിന് വേണ്ടിയുള്ള ഇൽമാണ് എന്നുള്ളതിന്റെ അടയാളമാണ്. തുറാഖിബുഹു വതുദില്ലു ലഹു ഫീ നഫ്സിക, അല്ലാഹുവിനെ നിരീക്ഷിക്കുന്നു, മുറാഖബയിലാകുന്നു, അല്ലാഹുവിന് വേണ്ടി നീ വണങ്ങുന്നു, അല്ലാഹുവിലായി നീ സത്യസന്ധത പുലർത്തുന്നു, അല്ലാഹുവിലായി സൗഹൃദത്തിലാകുന്നു, അല്ലാഹുവിന് വേണ്ടിയായി നീ ശത്രുത വെക്കുന്നു. ലിഅന്ന സദാഖത ഫീ ഗൈരില്ലാഹി അസ്സ വജല്ല, അല്ലാഹു അല്ലാത്തതിലുള്ള സൗഹൃദങ്ങൾ നിന്റെ ഉറച്ചു നിൽക്കലിനെ പോക്കുന്ന ഒരു കാര്യമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽ-ഈമാനു നിസ്ഫാനി, ഈമാന് രണ്ടു വിധം. ഈമാന് പകുതി പകുതിയാണ്. നിസ്ഫുൻ സബറുൻ വ നിസ്ഫുൻ ശുക്റുൻ, പകുതി ക്ഷമയാണെങ്കിൽ പകുതി ശുക്റാണ്. ഇദാ ലം തസ്ബിർ അലൻ നിഖമി, നിനക്ക് വരുന്ന മുസീബത്തുകളിൽ നീ ക്ഷമിക്കുന്നില്ല എങ്കിൽ, വലം തഷ്കുർ അലൻ നിഅമി, നിനക്ക് വരുന്ന അനുഗ്രഹങ്ങളിൽ നീ ശുക്ർ ചെയ്യുന്നില്ല എങ്കിൽ, ഫലസ്ത ബിമുഅ്മിൻ, നീ ഒരു മുഅ്മിനല്ല. വമിൻ ഹഖീഖത്തിൽ ഇസ്ലാമി, യഥാർത്ഥ ഇസ്ലാം എന്താണ്? അൽ ഇസ്തിസ്ലാമു, വഴങ്ങുക എന്നുള്ളതാണ്. മശായിഖന്മാർക്ക് വഴങ്ങിക്കൊടുക്കുക എന്ന് അതിനെ ആന്തരികമായി പറയാം. അതാണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാം എന്ന് പറയുന്നത്. അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ അഹ്യി ഖുലൂബനാ ബിത്തവക്കുലി അലൈക, റബ്ബേ നിന്നിലായുള്ള തവക്കുലില് ഞങ്ങളുടെ ഹൃദയത്തെ നീ ജീവിപ്പിക്കണേ അല്ലാഹ്. വബിത്താഅതി ലക, നിന്റെ താഅത്തിലായി ഞങ്ങളുടെ ഹൃദയത്തെ നീ ജീവിപ്പിക്കണേ അല്ലാഹ്. ബിദ്ദിക്രി ലക, നിന്റെ ദിക്റിലായി ഞങ്ങളുടെ ഹൃദയത്തെ നീ ജീവിപ്പിക്കണേ അല്ലാഹ്.
ബിൽ മുവാഫഖതി ലക, നിന്റെ ഇഷ്ടത്തോട് യോജിച്ച രീതിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ നീ ജീവിപ്പിക്കണേ അല്ലാഹ്. ബിത്തൗഹീദി ലക, നിന്റെ തൗഹീദിലായി നീ ഞങ്ങളെ ജീവിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഹൃദയത്തെ നീ ജീവിപ്പിക്കണേ അല്ലാഹ്. ലൗലാ റിജാലുൻ ഫീ ഖുലൂബിഹിം ഹാദിഹിൽ ഹയാത്ത്, ഈ തരത്തിലുള്ള ആത്മാവിന് ജീവൻ വന്ന ആളുകൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നുവെങ്കിൽ ലഹലക്തും, നിങ്ങൾ നശിച്ചു പോകുമായിരുന്നു. മഹാന്മാരായ മശായിഖന്മാർ, ഹൃദയം ജീവനോടെയുള്ള മഹാന്മാർ, ആ മഹാന്മാർ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നുവെങ്കിൽ, ഭൂമിയുടെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഭൂമി തന്നെ നശിച്ചു പോകുമായിരുന്നു. അന്നൽ ഹഖ, അല്ലാഹു സുബ്ഹാനഹു വ തആല യസ്രിഫു അദാബഹു അൻ അഹ്ലിൽ അർളി, ഈ ഭൂമിയിലുള്ള ആളുകൾക്കുള്ള ശിക്ഷകൾ അല്ലാഹു തട്ടിമാറ്റുന്നത് ബിദുആഇഹിം, അവരുടെ പ്രാർത്ഥന കൊണ്ടാണ്. മഹാന്മാരായ മശായിഖന്മാരുടെ പ്രാർത്ഥന കൊണ്ടാണ്. സൂറത്തുൻ നുബുവ്വത്തി ഇർതഫഅത്, രൂപത്തിലുള്ള നുബുവത്ത് ഉയർന്നു പോയിട്ടുണ്ട്. നബി എന്ന രൂപം ഉയർന്നെങ്കിലും വമഅനാഹാ ബാഖിൻ ഇലാ യൗമിൽ ഖിയാമ, നുബുവത്ത് എന്നുള്ളതിന്റെ പൊരുള്, അതിന്റെ അർത്ഥം അതേ രീതിയിൽ അന്ത്യദിനം വരെ നിലനിൽക്കുന്നുണ്ട്. അത് മശായിഖന്മാരിലൂടെയാണ്. വഇല്ലാ ഫഅല അയ്യി ശൈഇൻ കാന യബ്ഖി ഫിൽ അർളി, പിന്നെ എങ്ങനെയാണ് 40ഓളം ഔലിയാക്കള്, അങ്ങനെ ഓരോ തട്ടിലായിട്ടുള്ള ഔലിയാക്കളെ പറ്റി പറയുന്നില്ലേ, അവരില്ലായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ഭൂമി നിലനിൽക്കുക? നബിമാരുടെ ഓരോ ഹൃദയ വിശുദ്ധിയിലായി നിലകൊള്ളുന്ന മഹാന്മാർ, മിൻഹും ഖുലഫാഉല്ലാഹ്, അതിൽ ഖലീഫമാരായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള മഹാന്മാര് എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടാകും. അവരെ കൊണ്ടാണ് നുബുവത്തിന്റെ മഅന, സൂറത്ത് നഷ്ടപ്പെട്ടെങ്കിലും നുബുവത്തിന്റെ മഅന അതേ രീതിയിൽ ഭൂമിയിൽ ബാക്കിയായി നിൽക്കുന്നത്. അതാരാണ്? വളരെ ദീർഘമായിട്ടുള്ള ഒരു അധ്യായമാണിത്. അതിന്റെ ഒരു ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: മക്തൂബും ഫി തൗറാത്തി, തൗറാത്തിൽ പറയപ്പെട്ടത്, എഴുതപ്പെട്ടിരിക്കുന്നത്, മനിസ്താദ ഇൽമൻ ഫൽയസ്ദദ് വജഅൻ, ഇൽമ അധികമായി കഴിഞ്ഞാൽ അവന് വേദനയെയാണ്, നോവിനെയാണ് അധികരിപ്പിച്ചിരിക്കുന്നത്. മാ ഹാദൽ വജഅ, ഈ വേദന എന്തിന്റെ വേദനയാണ്? വൽ ഖൗഫു മിനല്ലാഹ്, അല്ലാഹുവിനെ പേടിച്ചതിന്റെ വേദന, അല്ലാഹുവിന് വഴങ്ങിയതിന്റെ വേദന. ഇദാ ലം യകുൽ ലക ഇൽമുൻ തഅല്ലം, നിനക്ക് ഇൽമില്ലെങ്കിൽ നീ പഠിക്ക്. ഇദാ ലം യകുൽ ലക ഇൽമുൻ വലാ അമലുൻ വലാ ഇഖ്ലാസുൻ വലാ അദബുൻ, നിനക്ക് ഇൽമില്ല, അമലില്ല, ഇഖ്ലാസില്ല, അദബില്ല, വലാ ഹുസ്നു ളന്നിൻ ബിശ്ശുയൂഖി, ഉന്നതരായ മശായിഖന്മാരെ കുറിച്ച് നിന്റെ മനസ്സിൽ നല്ല ഒരു സൽഭാവനയും നിനക്കില്ല എങ്കിൽ ഫകൈഫ യജീഉ മിൻക ശൈഉൻ, പിന്നെ എങ്ങനെയാ വല്ല ആത്മീയതയും നിന്നിലൂടെ ഉയർന്നു വരിക? വഖദ് ജഅൽത ഹമ്മക ദുനിയാ വഹുതാമഹ, നിന്റെ എല്ലാവിധ മോഹങ്ങളും ആഗ്രഹങ്ങളും ദുനിയാവിനെയും അതിന്റെ അലങ്കാരത്തിനും വേണ്ടിയാക്കി. അൻ ഖരീബിൻ യുഹാലു ബൈനക വ ബൈനഹാ, ആ ദുനിയാവാകട്ടെ എത്രയും പെട്ടെന്ന് ഈ അടുത്ത് തന്നെ താമസിയാതെ നിന്റെ ഇടയിൽ മറയിടപ്പെടുന്ന, നിന്നിൽ നിന്ന് അത് വിദൂരമാകുന്ന, നിനക്ക് കിട്ടാതെയായി പോകുന്ന ഒരവസ്ഥയിൽ നഷ്ടപ്പെടുന്ന ഒരു സാധനം, അതിന്റെ പിന്നാലെ ചിന്തയിലായിട്ടാണ് നീ ഉള്ളത്.
ഐന അൻത മിനൽ ഖൗമില്ലദീന ഹമ്മുഹും ഹമ്മുൻ വാഹിദുൻ. ഒരൊറ്റ ചിന്തയെ നയിച്ച മഹാന്മാരുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നിന്റെ അവസ്ഥ എന്താണ്? ആ മഹാന്മാരെങ്ങനെയായിരുന്നു? യുറാഖിബൂന അല്ലാഹ അസ്സ വജല്ല ഫീ ബവാത്തിനിഹിം. അവർ സദാസമയം അവരുടെ ഉള്ളിൽ അല്ലാഹുവിന്റെ മുറാഖബയിൽ, കമാ യുറാഖിബൂന ഫീ ലവാഹിരിഹിം, ബാഹ്യമായിട്ട് പുറത്തും അതേപോലെ മുറാഖബയിൽ, ഉള്ളിലും പുറത്തും ഒരേപോലെ മുറാഖബയിൽ കഴിയുന്ന മഹാന്മാർ. യുഹദ്ദിബൂനൽ ഖൽബ കമാ യുഹദ്ദിബൂനൽ ജവാരിഹ, അവയവങ്ങളെ, ശരീരത്തെ മിനുക്കുന്നത് പോലെ, ശുദ്ധിയാക്കുന്നത് പോലെ ഹൃദയത്തെയും മിനുക്കാനും ശുദ്ധിയാക്കാനും ശ്രമിക്കുന്ന മഹാന്മാർ. ഹത്താ ഇദാ തമ്മലഹും ഹാദാ, ഇതിന്റെ ഒരു പൂർത്തീകരണം അവർക്കുണ്ടായി കഴിഞ്ഞാൽ, കഫാഹും ഹമ്മു ശഹവാതി ബിഅസ്രിഹാ, ഷഹവത്ത് എന്ന ഒരു ചിന്ത തന്നെ, ഒരാഗ്രഹം തന്നെ പൂർണ്ണമായിട്ടും അവരിൽ നിന്ന് എടുക്കപ്പെട്ടു പോകുകയും, ഫലാ യബ്ഖാ ഫീ ഖുലൂബിഹിം ഇല്ലാ ശഹവത്തുൻ വാഹിദ, ഒരൊറ്റ ആഗ്രഹം, ഒരൊറ്റ താല്പര്യം അവരുടെ ഹൃദയത്തിൽ ബാക്കിയാകും. വഹിയ തലബുല്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിനെ തേടുക, അല്ലാഹുവിനോട് അടുക്കുക. വമഹബ്ബതിഹി ഫഹസ്, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുക എന്ന ഒരു ചിന്ത മാത്രമായി മാറുന്ന മഹാന്മാരായ ഔലിയാക്കൾ. ഒരു ഉദ്ധരണിയുണ്ട്, ഒരു ചരിത്രം. അന്ന ബനി ഇസ്രായീൽ അസാബത്തുഹും ശിദ്ദ, ബനു ഇസ്രായേൽക്കാർക്ക് വളരെ പ്രയാസം നേരിട്ടു. ഫജ്തമഉ ഇലാ നബിയ്യിൻ മിൻ അൻബിയാഇഹിം, അവരുടെ നബിയോട് വന്നിട്ട് അവര് സംഘമായി പറഞ്ഞു, ഖബ്ബിർനാ ബിമാ യുർലിൽ ഹഖ്ഖ അസ്സ വജല്ല ഹത്താ നത്തബിഅ, അല്ലാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന ഒരു നല്ലൊരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. ഫയകൂനു സബബൻ ലിദഫഇ ഹാദിഹി ശിദ്ദ, ഈ ഒരു പ്രയാസം ഞങ്ങളിൽ നിന്ന് മാറിക്കിട്ടാൻ ഞങ്ങൾക്ക് അല്ലാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന ഒരു കാര്യം. ഫസഅലൽ ഹഖ്ഖ അൻ ദാലിക, അല്ലാഹുവിനോട് ചോദിച്ചു. ഫൗഹല്ലാഹു ഇലൈഹി കുല്ലഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇദാ അറത്തും റിളാഇ, എന്റെ തൃപ്തി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഫർളുൽ മസാകീന, പാവപ്പെട്ടവരെ നിങ്ങൾ തൃപ്തിപ്പെടുത്തുക. നിങ്ങൾ മിസ്കീന്മാരെ നിങ്ങൾ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ തൃപ്തിപ്പെട്ടു. അവരെ നിങ്ങൾ ദേഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ ദേഷ്യപ്പെട്ടു. ഇസ്മഉ, മിസ്കീന്മാരെ നിങ്ങൾ ദേഷ്യപ്പെടുത്തിയിട്ട് എന്റെ പ്രീതി നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രീതി കിട്ടുകയില്ല. മഹാനവറുകൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, അവസാനിപ്പിക്കുകയാണ്. ഉസ്ബുതു അലാ ഖുശൂനതി കലാമി, എന്റെ വാക്കിന്റെ കടുപ്പം, കടുത്ത വാക്കുകളാണ്, പരുഷമായ വാക്കുകളാണ് ഞാൻ പറയുന്നതെങ്കിലും ആ വാക്കുകളിൽ ഉറച്ചു നിൽക്കണം. വഖദ് അഫ്ലഹതും, എന്നാൽ നിങ്ങൾ വിജയിക്കും. അസ്സബാതു നബാത്തുൻ, വളർച്ചയുണ്ടാവണമെങ്കിൽ ഉറച്ചു നിൽക്കുക തന്നെ വേണം. മാ കുന്തു അഹ്റുബു മിൻ കലാമി ശുയൂഖി, ഒരിക്കലും മഹാനരായ ഗൗസുൽ ആദം തങ്ങൾ ഉപ്പാപ്പ പറയുകയാണ്, മശായിഖന്മാരുടെ വാക്കുകളിൽ നിന്ന് ഒരിക്കലും ഞാൻ ഒളിച്ചോടിയിട്ടില്ല. വഫളാദതിഹി വഖുശൂനതിഹി, അതിന്റെ കടുപ്പം കണ്ടിട്ട്, അതിന്റെ കാഠിന്യം കാരണത്താൽ ഒളിച്ചോടിയിട്ടില്ല. ബൽ കുന്തു അഖ്റസ് അഅമ, ഞാൻ അതിനെ എല്ലാ വിധത്തിലും കേൾക്കുകയായിരുന്നു, ശിരസ വഹിക്കുകയാണ് ഉണ്ടായത്. അൽ ആഫാത്തു തൻസിലു അലയ്യ മിൻഹും, മഹാന്മാരിൽ നിന്ന് വലിയ പ്രയാസങ്ങൾ, ആഫാത്തുകൾ ഉണ്ടാകും. വഅന സാകിത്തുൻ, ഞാൻ അതിനെ നിശബ്ദതയോടുകൂടെ
നേരിട്ടു. വഅൻത ലാ തസ്ബിറു അലാ കലാമിഹിം, നീ അവരുടെ വാക്കുകളിൽ ക്ഷമിക്കുന്നില്ല. വിജയിക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. അള്ളാന്റെ വിധി പൊരുത്തത്തോടുകൂടെ നിലയുറപ്പിക്കാൻ മശായിഖന്മാരോടുകൂടെ സ്വഹബത്തിലായി കഴിയാൻ, അവരോടുള്ള ഒരു തെറ്റായ ധാരണ പോലും ഇല്ലാതെ അതൊക്കെ നീക്കി നിന്റെ ചിന്തയിലും നിന്റെ ആഗ്രഹങ്ങളിലും ഒന്നിലും അവരോടുള്ള ഒരു തെറ്റായ രീതിയിലുള്ള ഒന്നും കടന്നുകൂടാതെ അങ്ങനെ നിലകൊണ്ട് കഴിഞ്ഞാൽ വഖദ് ജാഅകൽ ഫലാഹു ദുനിയൻ വ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അത് മുഖേന വിജയം വന്നു ചേരുന്നതാണ്. മശായിഖന്മാരുടെ തിരുനോട്ടത്തിലായി അവരുടെ വാക്കുകളെ കഴിയും വിധത്തിൽ ജീവിതത്തിൽ പകർത്താൻ നമ്മൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ അവരോടുള്ള ഇടപഴകലിൽ ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ അടവുകേടുകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ പാപികളായ നമ്മൾക്ക് അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. അത് കാരണം നമ്മളുടെ ഈമാൻ നഷ്ടപ്പെടാതിരിക്കട്ടെ. എല്ലാ സമയങ്ങളിലും അവസാന നിമിഷം വരെ കലിമത്തു തൗഹീദിലായി നിലയുറപ്പിക്കാൻ മശായിഖന്മാരുടെ പൊരുത്തത്തിലായി, അവരുടെ കദമിലായി, അവരുടെ തിരുനോട്ടത്തിലായി, അവരുടെ പരിഗണനയിലായി ആഖിറത്തിലും മഹ്ശറയിലും സ്വർഗം വരെ നമ്മളെ നിലനിർത്തി തരുമാറാവട്ടെ. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി.